ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മെന്റലിസ്റ്റിൽ ഒരാളാണ് തിരുവനന്തപുരം സ്വദേശിയായ അനന്തു. മുന്നിലുള്ള ആളിന്റെ മനസ്സ് വായിച്ച് അനന്തു പറയുന്ന കാര്യങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിൽ നടൻ ദിലീപാണ് അനന്തു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഫാഫാബായും സിനിമയും ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിലീപുമായി അനന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ 2 തവണ ദിലീപിന്റെ മനസ്സ് ആലോചിച്ചത് അനന്ത് പറയുകയും ചെയ്തു. മലയാള സിനിമയിലെ ഒരു ഗാനരംഗം മനസ്സിൽ ആലോചിക്കൂ എന്നാണ് അനന്ത് ആദ്യം ദിലീപിനോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് ദിലീപിന്റെ കൈപിടിച്ച് ആ പാട്ട് മനസ്സിൽ പാടിക്കൊണ്ടിരിക്കാൻ അനന്ത് പറഞ്ഞു. ചുണ്ടുകൾ അനക്കാതെ വെറുതെ മനസ്സിൽ ഇങ്ങനെ പാട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നും അനന്ത് പറഞ്ഞു. ശേഷം സ്റ്റേജിലിരിക്കുന്ന ഒരാളോട് യൂട്യൂബുള്ള ഫോൺ നൽകാൻ ആവശ്യപ്പെട്ടു. അതിൽ നിന്നും ദിലീപ് അഭിനയിച്ച 'ആഗതൻ' എന്ന സിനിമയിലത്തെ 'അരികത്തായി ആരോ' എന്ന പാട്ട് അനന്ത് പ്ലേ ചെയ്തു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ഞെട്ടിയിരിക്കുന്ന ദിലീപിനെയാണ് ഇതോടെ പ്രേക്ഷകർ കണ്ടത്. ഇത് തന്നെയാണ് താൻ ആലോചിച്ച പാട്ടെന്ന് നടൻ പറയുകയും ചെയ്തു. രണ്ടാമതായി ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുമെന്ന് അനന്ത് നടനോട് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരാളാവണം. ഫിലിം ഫീൽഡിൽ ഉള്ള ആൾ അല്ലെങ്കിൽ പുറത്തുള്ള ആൾ ആവാം. അല്ലെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ അയാളുമായി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ഓർമ്മിക്കാമോ? കൃത്യം തീയതിയിട്ട് പറയണം. ഇപ്പോൾ ആ മൊമെന്റിൽ മനസ്സിൽ വരുന്നതായിരിക്കണം എന്ന് അനന്ത് ആവശ്യപ്പെട്ടു. തുടർന്ന് അതാരാണെന്ന് പറയാനും അനന്ത് പറഞ്ഞു. ലാൽ ജോസ്. ഫെബ്രുവരി 14-നായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ശേഷം അനന്ത് പറഞ്ഞതിങ്ങനെ: "ചില സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഡ്രീം ജേർണലിൽ ആയിട്ടൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട്. സൈക്കോളജിയിലൊക്കെ നമ്മൾ ഡ്രീം ജേർണലിൽ എഴുതാനുള്ള ആൾക്കാരുടെ അടുത്ത് പറയും, അങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ച ഒരു സ്വപ്നത്തിന്റെ ബാക്കിയാണിത്. ഇതൊക്കെ ഉറക്കെ വിളിച്ച് ഒന്ന് പറയാനോ കൊടുക്കാനോ പറ്റുമോ എല്ലാവർക്കും വേണ്ടിയിട്ട്" എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കഷ്ണം അനന്ത് ദിലീപിന് കൈമാറി. അത് ഉറക്കെ വായിച്ചു. "ഐ വാസ് ഇൻ എ ഡ്രീം വെൻ സഡൻലി ഹിയർ someone calling a name Lal Jose. It was a special day to look at the calendar and the date February 14 സർപ്രൈസ്." വായിച്ച ഉടനെ അത്ഭുതപ്പെട്ട് ഞെട്ടി നിൽക്കുകയാണ് ദിലീപ്. നിങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഞാനിത് ചിന്തിച്ചില്ല. ശരിക്കും അമേസിങ്. സമ്മതിച്ചു. ഞാൻ പല പേരിലൂടെ പോയതാണ്. പക്ഷെ അറിയാണ്ട് വന്നത് ലാൽ ജോസിലെത്തി എന്ന് ദിലീപ് പറഞ്ഞു.